ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഒരു ദിവസം യമുനാ തട നിവാസികളായ ഏതാനും താപസന്മാർ രാജസദസ്സിലെത്തി. അവരുടെ നേതാവ് മുനിസത്തമനായ കാഞ്ചന മഹർഷിയായിരുന്നു. മഹർഷി പറഞ്ഞു, മധുവനത്തിന്റെ മധ്യത്തിൽ ദുർഗമമെന്ന ഒരു അസുര രാജധാനിയുണ്ട്. അവിടെ ലവണൻ എന്നൊരു ദാനവേന്ദ്രൻ സാധുക്കളായ ജനങ്ങളെയും മാമുനി വൃന്ദങ്ങളെയും ബ്രാഹ്മണരെയും വളരെയേറെ ഉപദ്രവിക്കുന്നു. അവന്റെ പിതാവായ മധു അസുരനായിരുന്നു എങ്കിലും ദൈവഭക്തനും സൽഗുണനിധിയുമായിരുന്നു. അവന്റെ അമ്മ രാവണന്റെ ഒരു സഹോദരിയാണെന്നാണ് അറിവ്. മധു തപസ് ചെയ്ത പരമശിവനിൽ നിന്നും അത്ഭുതശക്തമായ ഒരു ശൂലം സമ്പാദിച്ചു. ആ ശൂലം കയ്യിലിരിക്കുന്ന കാലത്തോളം അവനെ ആർക്കും വധിക്കാൻ സാധ്യമല്ലെന്നും അവന്റെ പുത്രന്റെ കാലത്തോളം മാത്രമേ ആ ആയുധത്തിന് ശക്തിയുണ്ടായിരിക്കുകയുള്ളൂ എന്നും അരുളി ചെയ്തുകൊണ്ടാണ് ഭഗവാൻ ശൂലം മധുവിന് നൽകിയത്. കാലാന്തരത്തിൽ മധു വാനപ്രസ്ഥം സ്വീകരിച്ച് കാലഗതി അടഞ്ഞപ്പോൾ പുത്രനായ ലവണൻ രാജാവായി. അവകാശമുറയ്ക്ക് ശൈവദത്തമായ ശൂലവും അവന് ലഭിച്ചു. അന്നു മുതൽ അവൻ സജ്ജന ദ്രോഹമല്ലാതെ മറ്റൊന്നും ചെയ്യാറില്ല. രാമചന്ദ്രൻ ഭരതനെ വിളിച്ച് ലവണാസുരന്റെ ഉപദ്രവം തീർത്തുകൊടുക്കാൻ ആജ്ഞാപിച്ചു. അപ്പോൾ ശത്രുഘ്നൻ പറഞ്ഞു, ജ്യേഷ്ഠ, ഞാൻ പോകാം. യാതൊരു സമരത്തിലും ഞാൻ ഇതേവരെ ഉൾപ്പെട്ടിട്ടില്ല. രാമൻ സമ്മതിച്ചു. ശത്രുഘ്നൻ കാഞ്ചന മഹർഷിയോട് ചോദിച്ച് ലവണാസുരനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കി. രാമഭദ്രൻ അനുജന് അടരാടാനുള്ള അടവുകളും ദിവ്യോപദേശങ്ങളും നൽകി. ഒടുവിൽ നാരായണാസ്ത്രവും ഉപദേശിച്ചു. സൂര്യവംശജനായിരുന്ന മാന്ധാതാവ് എന്ന രാജാവ് ഈ അസുരന്റെ ശൂലമേറ്റാണ് മരണമടഞ്ഞത്. ആ രാജപുങ്കുവൻ ലവണനുമായി ഘോര സമരം നടത്തി. ആ സംഘരത്തിൽ അദ്ദേഹം അധർമ്മമായ വിധമാണ് വധിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പുത്രനാണ് ഹരിഭക്തനായ അംബരീഷൻ. ഭക്ഷണം തേടി നടക്കുമ്പോൾ ശൂലം കൊണ്ടുപോകാറില്ല എന്ന് മഹർഷിയിൽ നിന്നും മനസ്സിലാക്കി. അങ്ങനെ ലവണൻ ആഹാരം തേടി പുറത്തു പോയിരുന്ന അവസരം നോക്കി ശത്രുഘ്നൻ ശത്രുഗോപുര ദ്വാരത്തില് യുദ്ധസന്നദ്ധനായി നിലയുറപ്പിച്ചു. മധ്യാഹ്നമായപ്പോൾ കൊല്ലപ്പെട്ട മൃഗങ്ങളെയും വില്ലിൽ കെട്ടിത്തൂക്കി ചുമലിൽ വെച്ചുകൊണ്ട് കൂസലില്ലാത്ത ഭാവത്തിൽ ലവണൻ ഗോപുരദ്വാരത്തിനടുത്തെത്തി. ശത്രുഘ്നനെ വെല്ലുവിളിച്ചുകൊണ്ട് നിസാരഭാവത്തിൽ താൻ ഭക്ഷണ സാധനങ്ങൾ അകത്തു കൊണ്ടുപോയി വെച്ചിട്ട് ആയുധവുമായി വേഗം വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ശത്രുഘ്നൻ പറഞ്ഞു, നിന്റെ കയ്യിൽ യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ ഇപ്പോഴും ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് അകത്തു പോകുന്നത്? പുറത്തു കണ്ട മൂർഖൻ പാമ്പിനെ തിരിച്ച് അളയിൽ വിടരുതെന്നാണ് പ്രമാണം. വില്ലും അമ്പും കയ്യിലെടുത്ത് ധൈര്യം ഉണ്ടെങ്കിൽ ചെറുത്ത് നിൽക്കാനായിട്ട് വെല്ലുവിളിച്ചു. എന്നാൽ ശത്രുഘ്നന്റെ ഈ വാക്ക് കേട്ട് ക്രുദ്ധനായ ലവണാസുരൻ ചാപബാണങ്ങളൊന്നും ഉപയോഗിക്കാതെ കല്ലും മരങ്ങളും കൊണ്ട് പ്രതിയോഗിയെ എതിർത്തു. എങ്ങനെയെങ്കിലും കോട്ടയിൽ കടന്നിട്ട് തന്റെ ആയുധം ശൂലം എടുത്തുകൊണ്ട് വരാനാണ് ലവണാസുരൻ ശ്രമിക്കുന്നത്. അപ്പോൾ അല്ലാതെ ശത്രുഘ്നന്റെ അടുത്ത് വിജയിച്ചു നിൽക്കാനും ലവണാസുരന് സാധ്യമല്ല. അവൻ കോട്ടയിലേക്ക് കടക്കും എന്ന് ബോധ്യമായപ്പോൾ ശത്രുഘ്നൻ നാരായണാസ്ത്രം എയ്ത് അവനെ വീഴ്ത്തി. അങ്ങനെ ലവണാസുര വധം കഴിഞ്ഞ് അയോധ്യയിൽ വന്നു ചേർന്ന ശത്രുഘ്നനെ രാമഭദ്രൻ വീണ്ടും ലവണ രാജ്യത്തിലേക്ക് അയച്ചു. അവൻ 4 വർഷം അവിടെ താമസിച്ച് കാടുകൾ വെട്ടിത്തെളിച്ചും മേടുകൾ നിരത്തിയും പല പരിഷ്കാരങ്ങളും വരുത്തി അതൊരു ജനവാസയോഗ്യമായ രാജ്യമാക്കി രൂപാന്തരപ്പെടുത്തി. അതിന് മധുര എന്ന് നാമകരണവും ചെയ്തു. മധുവിന്റെ രാജ്യമായിരുന്നതുകൊണ്ടാണ് അതിന് മധുര എന്ന് പേര് നൽകിയത്. അനന്തരം അമരപുരത്തിനു തുല്യമായ ഒരു നഗരവും അതിന്റെ തലസ്ഥാനമായി അവിടെ നിർമ്മിച്ചു. ജനങ്ങളും അവിടെ വന്ന് ധാരാളം കുടിയേറിപ്പാർത്തു. രാമഭദ്രൻ സുമന്ത്രരും വസിഷ്ഠനുമായി ആലോചിച്ച് ശത്രുഘ്നനെ മധുരാപുരി രാജാവായി അഭിഷേകം ചെയ്തു. ആവശ്യത്തിന് ധനവും സൈന്യവുമെല്ലാം അയോധ്യയിൽ നിന്ന് കൊണ്ടുപോയിക്കൊള്ളൂ, എന്നിട്ട് നീ അവിടുത്തെ രാജാവായി ആ രാജ്യത്തെ കാത്തു പരിപാലിച്ചുകൊണ്ട് അവിടെ ജീവിക്കാൻ രാമഭദ്രൻ ആജ്ഞാപിച്ചു. വർഷങ്ങൾ പിന്നെയും കഴിഞ്ഞു. ജനകാത്മജിയുടെ സ്മരണ അയോധ്യവാസികളുടെ ഹൃദയങ്ങളിൽ നിന്നും മാഞ്ഞു പോയതുപോലെയായി. എന്നാൽ ആ ദേവി രാമന്റെ അന്തരംഗവേദിയിൽ മാത്രം ചിരപ്രതിഷ്ഠിതയുമായിരുന്നു. ശ്രീരാമൻ ഒരു അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. നൈമിഷാരണ്യമാണ് യജ്ഞഭൂമിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്.
യാഗശാലയോട് അനുബന്ധിച്ചുള്ള മന്ദിരങ്ങളും മണ്ഡപങ്ങളും സേനാനിലയങ്ങളും രാജഗൃഹങ്ങളും ഭോജനശാലകളും അതിഥിശാലകളും എല്ലാം നിർമ്മിക്കുന്നതിനുള്ള ചുമതല ഭരതനെ ഏൽപ്പിച്ചു. ബന്ധുരാജാക്കൾക്കും സാമന്തപതികൾക്കും നാടുവാഴികൾക്കും സുഹൃത്തുക്കൾക്കും ദൂതന്മാർ മുഖേന ക്ഷണസന്ദേശങ്ങൾ അയക്കാനുള്ള ചുമതല ശത്രുഘ്നെയും ഭാരമേൽപ്പിച്ചു. അലങ്കരിച്ച യാഗാശ്വത്തെയും കൊണ്ട് ഒരു വമ്പിച്ച ചതുരംഗ സേനാ സമൂഹത്തോടും കൂടി സർവ്വരാജ്യങ്ങളിലും പര്യടനം നടത്താൻ ലക്ഷ്മണനെയും നിയോഗിച്ചു. അതനുസരിച്ച് യജ്ഞതുരകത്തെയും നയിച്ചുകൊണ്ട് ശുഭമുഹൂർത്തത്തിൽ സൗമിത്രിയും യാത്ര പുറപ്പെട്ടു. യാഗസമാരംഭത്തിനുള്ള സർവ്വസജ്ജീകരണങ്ങളും തയ്യാറായി. അതിഥികളും വന്നു ചേർന്നു. നിഷാദനാഥനായ ഗുഹനും രക്ഷോവര സേനയോടുകൂടി വിഭീഷണനും വാനരപ്പടയോടുകൂടി അംഗദ സുഗ്രീവാദികളും വിലയേറിയ പാരിതോഷികങ്ങളുമായി സമാഗമിച്ചു. സമയത്തിന് ഹനുമാനും എത്തിക്കഴിഞ്ഞു. സീതാദേവിയുടെ അഭാവം അതിഥികളുടെ അന്തരംഗങ്ങളിൽ അതിരറ്റ വേദനയുളവാക്കി. ജനകാത്മജ പരിത്യക്തയായിരിക്കുന്നു എന്നുള്ള ദാരുണ വൃത്താന്തമറിഞ്ഞ് അവർ വളരെ സങ്കടപ്പെട്ടു. രാമനില്ലാത്ത സീത, സീതയില്ലാത്ത രാമൻ, അങ്ങനെ ഒരു ദൃശ്യം അവർ ഒരിക്കലും കാണുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാം വിധി. സുഗ്രീവനും വിഭീഷണനും തമ്മിൽ മന്ത്രിച്ചു. ഹനുമാൻ രാമപാദങ്ങളിൽ വീണ് അടിയന്റെ ദേവി എവിടെ എന്നന്വേഷിക്കുന്ന മട്ടിൽ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി പൊട്ടിക്കരഞ്ഞു. ആചാര്യവിധി അനുസരിച്ചുള്ള മംഗളമുഹൂർത്തത്തിൽ ഭൂപതിമാരാലും മാമുനിമാരാലും മഹീസുരന്മാരാലും വലയിതനായി ഒരു വലിയ ചതുരംഗപ്പടയുടെ അകമ്പടിയോടും വാദ്യഘോഷങ്ങളോടും കൂടി അയോധ്യാധിപതി രാജധാനിയിൽ നിന്നും യാഗശാലയിലേക്ക് പുറപ്പെട്ടു. വിധിപ്രകാരം രാമൻ ദീക്ഷ ആചരിച്ചു. യാഗവും ആരംഭിച്ചു. യാഗപീഠത്തിൽ ഉപവിഷ്ടനായിരുന്ന ദാശരഥിയുടെ വാമഭാഗത്ത് സീതയ്ക്ക് പകരം ദേവിയുടെ കാഞ്ചന പ്രതിമയാണ് സ്ഥാപിച്ചിരുന്നത്. അശ്രുക്കൾ നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് എല്ലാവരും അത് കണ്ടു. 6 മാസമാണ് യാഗത്തിന്റെ കാലാവധി. യാഗക്കുതിരയെയും കണ്ട് ദിഗ്വിജയത്തിനു പോയ ലക്ഷ്മണൻ തിരിച്ചു വന്നിട്ടില്ല. മേധകർമ്മത്തിന് മുമ്പ് അശ്വത്ഥയും കൊണ്ട് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് യജ്ഞം ആരംഭിച്ചിട്ടുള്ളത്. അതിഥി സൽക്കാര സ്വീകരണങ്ങൾക്ക് ഭരതനെയും സൈനിക നിയന്ത്രണത്തിന് അംഗദ സുഗ്രീവാദിമാരെയും ധനകാര്യ നിയന്ത്രണത്തിന് വിഭീഷണനെയും ഭക്ഷണകാര്യ നിർവഹണത്തിന് ശത്രുഘ്നെയും യാഗശാല ഭരണത്തിന് ലക്ഷ്മണനെയും അധികാരപ്പെടുത്തി. സൗമിത്രി അപ്പോഴും വന്നു ചേരാത്തതുകൊണ്ട് ആ ഭാരം കൂടി തൽക്കാലത്തേക്ക് ശത്രുഘ്നൻ കയ്യേറ്റു. ഹനുമാനെ രാമസന്നിധിയിൽ ഇരുന്ന് ഭജിക്കാനും അനുവദിച്ചു. കലവറയുടെ സൂക്ഷിപ്പ് ഗുഹനെയും ഏൽപ്പിച്ചു. ലക്ഷ്മണൻ സർവ്വരാജ്യങ്ങളിലും സഞ്ചരിച്ച് രാജാക്കന്മാരിൽ നിന്നും തിറയും കപ്പവും വാങ്ങി പരിവാര സമേതം അയോധ്യയിലേക്ക് മടങ്ങി വരവേ വാൽമീകി ആശ്രമത്തിന് സമീപമെത്തി. ക്ഷീണം കാരണം സൗമിത്രിയും സൈന്യവും അവിടെ വിപിന മൈതാനത്തിൽ അല്പസമയം വിശ്രമിക്കാൻ ഒരുങ്ങി. അശ്വത്ഥയും അഴിച്ചുവിട്ടു. എല്ലാവരും തറയിൽ കിടന്ന് മയങ്ങി. ആ സമയത്താണ് ദിവ്യ തേജസ്വികളായ 2 കൊച്ചു മുനികുമാരന്മാർ ചാപബാണങ്ങളും ധരിച്ച് കളിച്ച് രസിച്ച് അവിടെ എത്തിയത്. അപ്പോൾ അവര് അശ്വത്തെ കണ്ടിട്ട് അതിശയത്തോടെ പരസ്പരം നോക്കി. പിന്നെ വേറൊന്നും ആലോചിക്കാതെ ഒരു കൗതുകത്തിന്റെ പേരിൽ അവർ ആ കുതിരയുടെ അടുത്ത് ചെന്നിട്ട് അതിന്റെ കഴുത്തിൽ ഒരു വള്ളി ചുറ്റിക്കെട്ടി വലിച്ച് തങ്ങളുടെ ആശ്രമത്തിന് സമീപത്തുള്ള ഒരു മരത്തില് കൊണ്ടുചെന്ന് കെട്ടി. അശ്വരക്ഷകന്മാർ ഉണർന്നു നോക്കിയപ്പോൾ മേഞ്ഞുകൊണ്ടിരുന്ന കുതിരയെ കാണുന്നില്ല. അമ്പരപ്പോടെ അവർ അതിന്റെ കുളമ്പിൻ പാടുകൾ നോക്കി നോക്കി നടന്ന് അല്പദൂരം ചെന്നപ്പോൾ അവിടെ ഒരു വൃക്ഷത്തിൽ അതിനെ കെട്ടിയിട്ടിരിക്കുന്നതായി കണ്ടു. അടുത്ത് 2 താപസകുമാരന്മാരും നിൽക്കുന്നു. അപ്പോൾ അവര് പറഞ്ഞു, ഈ കുതിരയെ കെട്ടിയിട്ടിരിക്കുന്ന നിങ്ങളാണോ? കുഞ്ഞുങ്ങളെ അഴിച്ചുവിട, ഇല്ലെങ്കിൽ ഇത് ആപത്താകും. ഇത് മഹാരാജാവിന്റെ യാഗകുതിരയാണെന്ന് പറഞ്ഞു. എന്നാല് കുട്ടികൾ അതിനെ വിട്ടുകൊടുക്കാൻ ഒട്ടും തയ്യാറല്ലായിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇതിനെ അഴിച്ചുവിടുകയില്ല, ഞങ്ങൾ കാട്ടിൽ നിന്നും പിടിച്ചെടുത്ത കുതിരയായത്, ഇത് ഞങ്ങളുടെ കുതിര, അതുകൊണ്ട് തരില്ലെന്ന് അവരങ്ങ് പറഞ്ഞു. എന്നാൽ അവരതിനെ ബലമായിട്ട് അഴിക്കാൻ ശ്രമിച്ചപ്പോൾ കുട്ടികൾ അവരുടെ നേർക്ക് ബാണങ്ങൾ ലക്ഷ്യം പിടിച്ചു. അവർ പേടിച്ച് ഓടിപ്പോയിട്ട് സേനാപതികളെ കണ്ട് കാര്യം പറഞ്ഞു. അപ്പോൾ ആ സേനാപതികള് പടയുമായിട്ട് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു, അയോധ്യയിലെ രാജാവായ ശ്രീരാമചന്ദ്രന്റെ ആകാശമാണ്, ഇതിനെ ബന്ധിക്കുന്നവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കണമെന്നാണ് നിബന്ധന. നിങ്ങൾ കൊച്ചുകുട്ടികളല്ലേ, നിങ്ങളോട് യുദ്ധം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് പിള്ളേര് കളിയല്ല,
അഴിച്ചുവിടാൻ പറഞ്ഞു. പക്ഷെ കുട്ടികൾ കുതിരയെ അഴിച്ചുവിടാൻ തയ്യാറായില്ല. കുതിരയെ പിടിച്ചെടുക്കാനായിട്ട് സൈന്യം ശ്രമിച്ചപ്പോൾ കുട്ടികൾ മോഹനാസ്ത്രം എയ്ത് ആ സൈന്യത്തെ മുഴുവനും മോഹനിദ്രാവിധേയരാക്കി കളഞ്ഞു. അവസാനം ഇതറിഞ്ഞ ലക്ഷ്മണൻ ഓടി സ്ഥലത്തെത്തിയപ്പോൾ കണ്ടത് 2 ചെറിയ കുട്ടികൾ, നല്ല കാമകോമളന്മാരായ 2 ചുണക്കുട്ടികൾ മോഹനാസ്ത്രം എയ്ത് തൻ്റെ സൈന്യത്തെ മുഴുവനും അബോധാവസ്ഥയിലാക്കിയിരിക്കുന്നു. ഈ ധീരബാലന്മാർ ആരായിരിക്കും? സൗമിത്രിയുടെ ഓർമ്മശക്തി പിറകോട്ടു പാഞ്ഞു. ഭൂതകാല സംഭവങ്ങൾ ഓരോന്നോരോന്നായി ലക്ഷ്മണന്റെ മനോദർപ്പണത്തിൽ നിഴലിച്ചു. 13.5 വർഷങ്ങൾക്കപ്പുറം ഗർഭിണിയായ സീതാദേവിയെ പരിത്യജിച്ചത് ഈ വിപിനത്തിലാണ്. ആ പുണ്യവതിയുടെ പുത്രന്മാരായിരിക്കണം ഇവർ, എൻ്റെ ജ്യേഷ്ഠന്റെ അരുമ സന്തതികൾ. വർഷത്തിന്റെ കണക്ക് കൂട്ടുമ്പോൾ പ്രായവും ശരിയായിരിക്കുന്നു. ഇത് തൻ്റെ ജ്യേഷ്ഠന്റെ പുത്രന്മാരെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. തൽക്കാലം ഒരു ധൈര്യമൊക്കെ അവലംബിച്ചിട്ട് സുമിത്രാത്മജൻ അടുത്തു ചെന്ന് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, യാഗകുതിരയെ അഴിച്ചുവിടൂ, അതിനെ ബന്ധിക്കാൻ പാടില്ലാത്തതാണെന്ന്. അപ്പോൾ കുട്ടികൾ പറഞ്ഞു, ആര് പറഞ്ഞാലും കുതിരയെ ഞങ്ങൾ വിട്ടു തരില്ല, ഈ കുതിരയെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു, നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ആരാന്ന്? പറഞ്ഞു, വാൽമീകി മഹർഷിയുടെ മക്കളാണ് ഞങ്ങള്, അമ്മയുടെ പേര് ആരോടും പറയരുതെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ ആശ്രമത്തിലേക്ക് കുട്ടികൾ ചൂണ്ടിക്കാണിച്ചു. അവസാനം ലക്ഷ്മണന് കുട്ടികളുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. ആ യുദ്ധത്തില് സൗമിത്രി ലവകുശന്മാരുടെ മോഹനാസ്ത്രത്തിന് വഴങ്ങിക്കൊടുത്ത് മോഹിച്ച് നിലത്തു വീണു. ഈ സമയം കുട്ടികള് അവരവിടെ കിടന്നുറങ്ങട്ടെ എന്നും പറഞ്ഞ് ആശ്രമത്തിലേക്ക് പോയി. ആ സമയത്ത് ആശ്രമത്തിൽ സീത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മഹർഷി പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പൊ ആ സമയം നോക്കി കുട്ടികള് അമ്മയുടെ അനുവാദം വാങ്ങി കാട് കാണാൻ ഇറങ്ങിയതാണ്. അങ്ങനെയാണ് അവര് കുതിരയെ കാണുന്നതും അതിനെ ബന്ധിക്കുന്നതുമല്ല. എന്നാൽ സീത ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞതുമില്ല. ഈ സമയത്ത് വായുദേവൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ചെന്നിട്ട് ഇവിടെ നടന്ന സംഭവങ്ങൾ, കുട്ടികൾ കുതിരയെ പിടിച്ചു കെട്ടിയ സംഭവങ്ങളെല്ലാം രാമനെ അറിയിക്കുകയാണ്. സുഗ്രീവനെയും വിഭീഷണനെയും ഹനുമാനെയും സൈന്യസമേതം അദ്ദേഹം വിമാനത്തില് അങ്ങോട്ടേക്ക് അയച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മയുടെ അടുത്തു നിന്നും കുട്ടികള് ഒന്നും അറിയാത്ത മട്ടിൽ വീണ്ടും കുതിരയുടെ അടുത്ത് വന്ന് അതിനെ പരിചരിക്കാൻ തുടങ്ങി. അതിന് പുല്ല് പറിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. ഇക്കാണായ സൈന്യമെല്ലാം മോഹിച്ചു കിടക്കുന്നത് കണ്ടിട്ട് വിഭീഷണാദികളെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ലങ്കാധിപതി അനുനയ സ്വരത്തിലും സ്നേഹഭാവത്തിലും കുതിരയെ വിട്ടു തരണമെന്ന് കുട്ടികളോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവരതിന് തയ്യാറായില്ല. അങ്ങനെ അശ്വത്തെ ബലമായിട്ട് അഴിക്കാനായിട്ട് അവര് മുമ്പോട്ട് നീങ്ങി. അപ്പൊ കുട്ടികള് ഒരു സ്തംഭനാസ്ത്രം എയ്ത് അവരെ മുഴുവനും സ്തംഭിപ്പിച്ചു. എല്ലാവരും ചേതനയില്ലാത്തവരായിട്ട് കുറ്റി കണക്കങ്ങ് നിന്നുപോയി. ഈ അസ്ത്രത്തിന് ഹനുമാനെ മാത്രം സ്തംഭിപ്പിക്കാൻ സാധിച്ചില്ല. അപ്പൊ ഹനുമാൻ കുട്ടികളുടെ അടുത്തേക്ക് ചാടിച്ചെന്നു. നിശ്ചിത ബാണങ്ങളാല് താപസകുമാരന്മാർ അനിലപുത്രനെ എതിർത്തു. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ അസ്ത്രങ്ങൾക്ക് ഇത്ര വലിയ ശക്തിയോ? ആഞ്ജനേയൻ ആലോചിച്ചു. തന്റെ ധ്യാനത്തിൽ ആ മുനികുമാരന്മാർ തൻ്റെ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശ്രീരാമഭദ്രന്റെ ഓമൽ സന്താനങ്ങളാണെന്ന് ഹനുമാൻ മനസ്സിലാക്കി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ഭക്തൻ നിലത്ത് വീണ് അവർക്ക് കീഴടങ്ങി. കുട്ടികള് ആഹ്ലാദത്തോടെ ഒരു വള്ളിയെടുത്ത് ഹനുമാനെ കെട്ടിവലിച്ച് അമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് സന്തോഷപൂർവ്വം പറഞ്ഞു, അമ്മ, ഇതാ ഒരു കൂറ്റൻ കുരങ്ങ് ഞങ്ങൾ കാട്ടിൽ നിന്നും പിടിച്ചെടുത്തതാണ്. നമുക്ക് നേരം പോക്കിന് വകയായി. ഇവനെ വിടണ്ട, ഇവനെ നമുക്ക് വളർത്തി നമുക്കിവനെ കളിപ്പിക്കാം. ഹനുമാൻ നീങ്ങി നീങ്ങി ചെന്ന് ദേവിയുടെ പാദപങ്കേരുഹങ്ങളെ കെട്ടിപ്പിടിച്ച് കണ്ണുകളിൽ ചേർത്ത് ഏങ്ങി കരഞ്ഞു. ദേവി, ഭക്തനായ അടിയന് ഇത് കാണാനുള്ള ദുര്യോഗം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് ഹനുമാൻ കരഞ്ഞു. അപ്പോൾ ശ്രവണമധുരമായ ശബ്ദം സീതയ്ക്ക് സുപരിചിതമായിരുന്നു. ദേവി ആ മർക്കടന്റെ മുഖത്തേക്കും അശ്രുക്കൾ ഒഴുകുന്ന നേത്രങ്ങളിലേക്കും നോക്കി. പെട്ടെന്ന് ഞെട്ടിപ്പിടഞ്ഞു. അയ്യോ മക്കളെ, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങളുടെ അമ്മയെ രക്ഷിച്ച ജീവദാതാവായ ഹനുമാനല്ലേ ഇത് എന്ന് വിലപിച്ചുകൊണ്ട് മൈഥിലി ആ ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് കെട്ടുകൾ അഴിച്ച് ശരീരമാകെ തടവി. കുട്ടികള് ഒന്നും അറിയാതെ പകച്ച് നിന്നുപോയി.